ദേശീയ നേതാക്കൾ കേരളത്തിലെത്തിയിട്ടും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചേരാതിരുന്നതിലെ അതൃപ്തി സംസ്ഥാന നേതാക്കളെ നേരിട്ട് അറിയിക്കാനൊരുങ്ങി കേന്ദ്ര നേതൃത്വം. ദേശീയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന നേതാക്കളെയും എംപിമാരുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തുറന്ന പോരിനിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത് മാറ്റിയിരുന്നു. കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹത്തിന് ഇപ്പോഴും ശമനം വന്നിട്ടില്ല. തുടർച്ചയായി പൊട്ടിത്തെറികൾ പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രി കസേര ഉന്നമിട്ടുള്ള സാമുദായിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നേതാക്കളുടെ ഓട്ടപ്പാച്ചിൽ ഒരു ഭാഗത്ത്, മറുവശത്ത് സുധാകരൻ സതീശൻ പോര്. പുറമെ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും നേതാക്കളുടെ കിടമത്സരം മുനവെച്ചുള്ള വാക്കുകൾ മറികടന്ന് പല പൊതുവേദികളിലും മറനീക്കി വീണ്ടും പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചേരാതെ നേതാക്കൾ വിട്ടുനിന്നതിൽ വരെ ഈ കല്ലുകടി എത്തി. ഇതോടെയാണ് ദേശീയ നേതൃത്വം അതൃപ്തി കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പരിപാടികൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം, സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടങ്ങിയവ നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. അതിനാൽ ഈ മാസം 15-ന് ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന സംസ്ഥാന നേതാക്കളും എംപിമാരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ടെത്തിയിട്ടും അവസാന നിമിഷമാണ് സമിതി ചേരാൻ സാധിക്കില്ലെന്ന തീരുമാനം സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. നേതാക്കളുടെ അസൗകര്യമാണ് പ്രധാന കാരണമായി പറഞ്ഞത്. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ദീപാദാസ് മുൻഷി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സമിതി ചേരണമെന്നാണ് അന്ത്യശാസനം. നിർദ്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. മണ്ഡല സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. യോഗം ചേരുന്നതിലെ സ്ഥിതിവിശേഷം KC വേണുഗോപാൽ, രാഹുൽ, സോണിയ എന്നിവരെ അറിയിച്ചിട്ടുണ്ട്. സമിതി ചേരുന്നതിനുള്ള തീയതി സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ച് ദേശീയ നേതൃത്വം തീരുമാനിക്കാനുള്ള സാധ്യതയും ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം.